കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം. വനിതാ കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേക പന്തലുകൾ ഒരുക്കി. പേരാമ്പ്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വെള്ളക്കെട്ടൊഴിയാതെ മനക്കൊടി പുള്ളു റോഡ്. ഈ വഴിയുള്ള വാഹനയാത്ര നിലച്ചിട്ട് 50 ദിവസം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായ സംഭവം. കാണാതായ സൈനികന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. വാർത്തകളിലേക്ക് വിശദമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായും പരാതി. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ BJP കൌൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് BJP കൌൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൌൺസിലർ അലീമ റഷീദിനെയും BJP കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി TK ഗീത ആരോപിച്ചു. അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എന്റെ അടുത്തേക്ക് വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലീമ റഷീദിന്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു. ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേഴ്സ് എന്നെ തടയുകയും ചെയ്തു. അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക്. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലില് BJP കൗൺസിലേഴ്സ് ചെയ്തത്. അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ വികാരപരമായ പെരുമാറ്റമാണ് ചെയ്തത്. എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായി BJP കുറ്റപ്പെടുത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. യോഗം പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്ത BJPയുടെ വനിതാ കൌൺസിലർമാരെ ഭരണപക്ഷ കൌൺസിലർമാർ മർദ്ദിച്ചതായി പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. LDFന്റെ വാർഡിലേക്ക് മാത്രം 1,11,50,000 രൂപ വീതം വയ്ക്കുകയും BJPയുടെ വാർഡിലേക്ക് 1 രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലിലെ ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ അത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും 1-2 വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതിനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ ബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു. പിന്നീട് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ടോൾ പ്ലാസ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു.
സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KS സെന്തിൽകുമാർ, റോസൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബെഹനാൻ MPയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, അന്യായമായ ടോൾ പിരിവ് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. മൂന്നുപിടിക സെന്ററിൽ ബസ് കാത്തുനിന്ന യുവാവിന് നേരെ ബൈക്ക് യാത്രക്കാരുടെ ആക്രമണം. ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം മൊബൈൽ ഫോണും ഇയർപോഡും കവർന്നു. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശി പുത്തേഴുത്ത് വീട്ടിൽ സാഹിലാണ് അക്രമത്തിനിരയായത്. എറണാകുളത്തെ പഠന സ്ഥലത്തേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു സാഹിൽ. ബൈക്കിൽ വന്ന 3 യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ബഹളം കേട്ട് സെന്ററിലെ ഓട്ടോ ഡ്രൈവർമാർ പോലീസിനെ വിളിച്ചപ്പോഴേക്കും പ്രതികൾ ബൈക്കുമായി കടന്നുകളഞ്ഞു. ഇതിനിടെ കൊടുങ്ങല്ലൂർ വടക്കേനടയിലെത്തിയ യുവാക്കളുടെ ബൈക്ക് ബാരിക്കേഡിലിടിച്ചു മറിഞ്ഞു. സാരമായ പരിക്കേറ്റ 3 പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശികളായ നികേഷ്, നിസാമുദ്ദീൻ, മുർഷാദ് എന്നിവരാണ് ബൈക്കിലുണ്ടായിരുന്നത്. ഇവർ 3 പേരും ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി തൃപ്രയാർ ക്ഷേത്രം. വ്യാഴാഴ്ചയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രം അതിലകത്ത് മഴ നനയാതെ ദർശനത്തിനായി കാത്തുനിൽക്കുന്നതിനുള്ള പന്തലുകൾ ഒരുക്കിക്കഴിഞ്ഞു. ദർശനത്തിനെത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവയുടെ വിതരണവും നടത്തും. ക്ഷേത്രം ഊട്ടുപുരയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. പ്രത്യേക KSRTC ബസ്സുകൾ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കലും പൂർത്തിയായി. മുഖമണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം, തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദമുറജപം എന്നിവയും ഉണ്ടായിരിക്കും. വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ടിപ്പു സുൽത്താൻ റോഡിന് ഇരുവശത്തുമായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും തൃപ്രയാർ ക്ഷേത്രം മാനേജർ അറിയിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവർ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേകം പന്തലൊരുക്കിയിട്ടുണ്ട്. നാലമ്പല ദർശന ദിവസങ്ങളിൽ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വകുപ്പുകളുടെ സേവനങ്ങളും ക്ഷേത്ര പരിസരത്ത് ലഭിക്കും. വഴിപാടുകൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കി. ഓൺലൈനായും ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ്. വെള്ളിയിൽ തീർത്ത സംഗമേശ്വരന്റെ ലോക്കറ്റുകളും ഈ വർഷം മുതൽ ഭക്തർക്ക് വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിനായി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തു നിന്നും രാവിലെ പുറപ്പെട്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തിരികെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 350 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ മാസം 20, 27, ഓഗസ്റ്റ് 3, 9, 10 തീയതികളിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. തിരുവില്ലോമല വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പുൽപ്പുരമന്തം ഭരതക്ഷേത്രം, കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, സെക്രട്ടറി P ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പേരാമ്പ്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 14 യാത്രക്കാർക്ക് പരിക്കേറ്റു. മണ്ണൂത്തിയിലേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സിന് പിന്നിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
കൈപ്പറമ്പിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് ബേക്കറി സാധനങ്ങൾ സപ്ലൈ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പിക്കപ്പ് വാൻ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതിയതായി സ്ഥാപിക്കുന്ന ഡിവൈഡറുകളിൽ മതിയായ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് പൂങ്കാവനത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കരിക്കാട് സ്വദേശി ചിറ്റിലപ്പള്ളി മെൽവിൻ, കാട്ടകാമ്പൽ സ്വദേശി ചെറുവത്തൂർ ബിൻസൺ, പഴഞ്ഞി സ്വദേശി കാട്ടിൽ ഷെനിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളക്കെട്ടൊഴിയാത്ത മനക്കൊടി പുള്ളു റോഡിൽ വാഹനയാത്ര നിലച്ചിട്ട് 50 ദിവസം. ഡിവൈഎഫ്ഐ അരിമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുളവാഴിയും ചണ്ടിയും വാരി പ്രതിഷേധിച്ചു. മനക്കൊടി വാരിയമ്പടവിനോട് ചേർന്നൊഴുകുന്ന ഇറിഗേഷൻ മെയിൻചാലിൽ കുളവാഴയും കരിവാരിയും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം പോകാൻ തടസ്സമായിരിക്കുകയാണ്. ഇതുമൂലം ഒരുപാട് ദൂരം വളഞ്ഞു സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പാറളം, ചേർപ്പ്, ചാഴൂർ മേഖലകളിൽ നിന്നും അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ, കോൾ മേഖലകൾ വഴിയാണ് വെള്ളമൊഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ പെരുമ്പുഴ വരെ ഇറിഗേഷൻ പ്രധാന ചാലിൽ കുളവാഴയും അതിനിടയിൽ ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് മനക്കൊടി പുള്ളു റോഡിലും വാരിയമ്പടവിലും അഞ്ചുമുറിപ്പടവിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. മാത്രമല്ല, മനക്കൊടി പുള്ളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. അതിനാൽ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി പലതവണ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. പുള്ളുപാലത്തിന് സമീപത്തെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന ചണ്ടിയും കുളവാഴയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാരിമാറ്റി. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ PS മിഥുൻ, KG വിഷ്ണുപ്രസാദ്, വരുൺ, അനന്തകൃഷ്ണൻ, അഖിൽ, വിദ്യാധരൻ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. UPയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. താമരയൂർ കൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറിന്റെ ഭാര്യ സെറീനയാണ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. താമരയൂർ സ്വദേശി അഡ്വക്കേറ്റ് VV ജോയ് മുഖേനയാണ് ഹർജി നൽകിയത്. പൂനെയിൽ നിന്നും ഉത്തർപ്രദേശിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കാണാതായ സൈനികൻ ഗുരുവായൂർ സ്വദേശി ഫർസീൻ ഗഫൂറിന്റെ വീട്ടിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. ഫർസീൻ ഗഫൂറിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നേരത്തെ MLAക്ക് പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് MLA മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൈമാറിയിട്ടുണ്ട്. ജൂലൈ 10 ഫർസീൻ അവസാനമായി കുടുംബവുമായി ഫോണിൽ സംസാരിച്ചത്. ആളൂർ വെള്ളാഞ്ചിറയ്ക്ക് സമീപം കാൽവരിക്കുന്നിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കി. കാൽവരിക്കുന്നിലുള്ള ആശ്രമ വളപ്പിലാണ് പുലിയുടേതുപോലുള്ള കാൽപ്പാട് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് കാൽപ്പാടുകളുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഹൈക്കോടതി വിധി വരാനിരിക്കെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങൾ അനുദിനം തകരുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ ഇതിനകം ശോചനീയമായി മാറി. ചെറുതും വലുതുമായ ഒട്ടനവധി കുഴികളും വലിയ ഗർത്തങ്ങളും ഗതാഗതം സങ്കീർണമാക്കി. നിലയ്ക്കാത്ത മഴയും റോഡിനെ ചെളിക്കുളമാക്കി. ചെളി നിറഞ്ഞു കിടക്കുന്ന റോഡിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. തകർന്ന റോഡിലെ നടുവൊടിക്കുന്ന യാത്ര ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. ജൂലൈ 14 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വനത്തിനുള്ളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് കവർന്നെടുത്തത്. 5 വീടുകൾക്കും നാശമുണ്ടായി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടാർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം
ഇരട്ടി വെളുക്കം മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ഏറെ വൈകി. ചേറങ്കയം വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം ഇവർ കഴിഞ്ഞു. 2010 വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ അകലെയുള്ള ശാസ്താംപൂവത്ത് വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമി നൽകി ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കുടിവെള്ളം, വൈദ്യുതി, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇവിടെ ഏർപ്പെടുത്തി. കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി കേന്ദ്രങ്ങളിലൊന്നായി ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ഉന്നതി ക്രമേണ മാറി. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവുമാണ് ഇപ്പോൾ ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. TCV ന്യൂസ്, കൊടകര. നവീകരിച്ച കൊണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. വികസന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തുകൾക്ക് കഴിയണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം, തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മുരിയാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുരിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനവും പാർട്ടി മെമ്പർ സ്ഥാനവും കോൺഗ്രസ് നേതാവ് തോമസ് തൊഗലകത്ത് രാജിവെച്ചു. രാജിക്കത്ത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഇരിങ്ങാലക്കുട കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് എന്നിവർക്ക് നൽകിയതായി തോമസ് തൊഗലകത്ത് അറിയിച്ചു. കോൺഗ്രസ് നേതാവ് MP ജാക്സന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ മുരിയാട് മണ്ഡലം ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തിരുന്നു. ഇതിൽ തോമസ് തൊഗലത്തിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. 4 പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള തന്നെ ഒഴിവാക്കി നിരവധി അനർഹരെ സ്ഥാനങ്ങൾ നൽകുന്നതിനെതിരെയുള്ള പ്രതിഷേധം രാജിക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഷീ സ്റ്റേ ഹോം തുറന്നു പ്രവർത്തിച്ചില്ല. ക്ഷേത്ര നഗരിയിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 4 കോടി രൂപ ചെലവിട്ട് 4 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. ജൂൺ 7 മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് അടച്ചിട്ട വാതിലുകൾ ഇതുവരെ തുറന്നിട്ടില്ല. പണികൾ പൂർത്തീകരിക്കുന്നതിനായി 1,20,000 രൂപ അനുവദിക്കുന്നതിന് കൗൺസിലിന്റെ അനുമതി തേടിയിട്ടുണ്ട്. അനുമതിയാകുന്ന മുറയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. CA ജലീൽ, KM നിഷാദ്, KK സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് സംഘത്തിന് വേണ്ടി അക്കൗണ്ട് വഴി പണം സ്വീകരിച്ചയാൾ അറസ്റ്റിൽ. എടവിലങ്ങ് കുഞ്ഞേനി കടമ്പോട്ട് വീട്ടിൽ റഷീദിനെ കബളിപ്പിച്ച് വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി 32 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് പാലക്കാട് കപ്പൂർ കൊള്ളന്നൂർ സ്വദേശി പാങ്ങോടത്ത് വീട്ടിൽ സുനിലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. റഷീദിൽ നിന്ന് തട്ടിയെടുത്ത പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുകയും പിന്നീട് തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയും ചെയ്ത സുനിൽ ഇതിനായി കമ്മീഷൻ പറ്റിയതായും പോലീസ് പറഞ്ഞു. പൊയ്യയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള ബസ് യാത്രക്കിടയിൽ പൊയ്യ പഞ്ചായത്ത് മുൻ മെമ്പർ രാധിക സോമന്റെ 3.25 പവന്റെ മാല നഷ്ടപ്പെട്ടു. ബസ്സിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ സഹിതം ചാലക്കുടി പോലീസിൽ പരാതി നൽകി. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കയറിയ സ്ത്രീ ബസ്സിൽ തിരക്കുണ്ടാക്കിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ചാലക്കുടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാടുകയറിക്കിടന്ന എരവത്തൂർ ചിറ ഇനി സൗന്ദര്യം നിറഞ്ഞ പാർക്ക്. കുഴൂർ പഞ്ചായത്തിന്റെ ഈ സ്വപ്ന പദ്ധതിയായ പാർക്കിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷവും കുഴൂർ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നുള്ള 26 ലക്ഷം ചെലവഴിച്ചാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. പാർക്ക് കൂടാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട്. 2015 നെടുമ്പാശ്ശേരി റോഡ് നിർമ്മാണത്തിനിടയിൽ അന്നത്തെ MLA ആയിരുന്ന TN പ്രതാപൻ താൽപര്യമെടുത്താണ് സ്ഥലം കണ്ടെത്തിയത്. പിന്നീട് VR സുനിൽകുമാർ MLA ആണ് പാർക്കിനായി ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് പാർക്കിനൊപ്പം ടേക്ക് എ ബ്രേക്ക് പദ്ധതി, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിം, പരിപാടികൾക്കായി സ്റ്റേജ്, ശൌചാലയ സൗകര്യം,
ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലത്ത് മേൽക്കൂര എന്നിവയും ഒരുക്കി. ഇതിനായി വിവിധ ഘട്ടങ്ങളിലായി 26 ലക്ഷം രൂപയാണ് കുഴൂർ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതെന്നും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവർക്കായി ഉപയോഗിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. കുഴൂർ പഞ്ചായത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും ഏറെ നാളത്തെ ആവശ്യവും അതുപോലെ തന്നെ ഒരു ആഗ്രഹവും തന്നെയായിരുന്നു ആരോഗ്യ വിനോദ പരിപാലനത്തിന് ഒരു പാർക്കും ജിമ്മും. നമ്മുടെ കുഴൂരിന്റെ വികസനത്തിന് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മളുടെ MP ശ്രീ ബെന്നി ബെഹനാനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറും. അതുകൊണ്ട് തന്നെയാണ് കുഴൂർ വികസനത്തിന് നമുക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ട് നമ്മൾ പദ്ധതി രൂപീകരിക്കുകയും പൂർത്തീകരിക്കുകയും സാധിക്കുന്നത്. കുട്ടികൾക്ക് ഉല്ലസിക്കുവാനുള്ള നിരവധി ഉപകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മുതിർന്നവർക്കുള്ള കായികക്ഷമതാ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 26-നാണ് ഉമ്മൻചാണ്ടി ചത്വരം പാർക്ക് ഔദ്യോഗികമായി തുറന്നുകൊടുക്കുന്നത്. എരവത്തൂരിലെ ജനങ്ങളുടെ ദീർഘമായുള്ള ആഗ്രഹമാണ് ചിറയിലെ പാർക്ക്. പാടവും ചിറയും ചേരുന്ന ഈ പ്രദേശം പാർക്കിന്റെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന എരവത്തൂർ ചിറയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മാളയിൽ 2 റോഡിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയ നിലയിൽ. കോട്ടയ്ക്കൽ വലിയപറമ്പ് റോഡിൽ പാടത്തിനോട് ചേർന്ന് പ്ലാസ്റ്റിക് കവറിലും ചാക്കിലുമായി തള്ളിയ കേടുവന്ന ഭക്ഷണം പരിസരമാകെ വ്യാപിച്ചിരിക്കുകയാണ്. മാള നഗരത്തിനോട് ചേർന്നുള്ള KK റോഡിലും സമാനമായ നിലയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. അതേസമയം ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് പുതിയതായി അനുവദിച്ച കോളേജ് ബസിന്റെ സമർപ്പണവും ഫ്ളാഗ് ഓഫും K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. K. രാധാകൃഷ്ണൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 33 ലക്ഷം രൂപ അനുവദിച്ചാണ് ബസ് വാങ്ങിയത്. സേവ്യർ ചില്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു K. നായർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിലായി. ആളൂർ മാള കൈനാടത്ത് പറമ്പിൽ ജെനിനാണ് അറസ്റ്റിലായത്. പണം ചോദിച്ചത് നൽകാത്തതിനും വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തതിലുമുള്ള വൈരാഗ്യത്തിലാണ് മകൻ അമ്മയെ ആക്രമിച്ചത്. ഇയാളുടെ അമ്മ മേരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആക്രമണത്തിൽ പരിക്കേറ്റ മേരി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പോലീസ് പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴ നടത്തം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച മഴ നടത്തം ചൊക്കനയിൽ മുപ്പിളിപ്പുഴയുടെ തീരത്ത് സമാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശേഷിപ്പുകളിലുള്ള ട്രാംവേ ലൈനിലൂടെയുള്ള മഴക്കാഴ്ചകളും വനഭംഗിയും ആസ്വദിച്ചായിരുന്നു നടത്തം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ മഴ നടത്തത്തിൽ അണിചേർന്നു. മാരത്തൺ ഓട്ടക്കാരൻ PS കൃഷ്ണ മഴ നടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി IK മണിമേഖല, സെക്രട്ടറി AT ജോസ്, യുവസമിതി ജില്ലാ കൺവീനർ അമൽ രവീന്ദ്രൻ, ജോയ് കാവുങ്ങൽ, KK അനീഷ് കുമാർ, MK ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കല്ലൂർ ഗ്രാമീൺ ജനതാ വെൽഫെയർ സഹകരണ സംഘം ഹാളിൽ നടക്കുന്ന പുരസ്കാര വിതരണം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ട്രസ്റ്റ് ഭാരവാഹികളായ KT ടോമി, ചെറിയ ചീനപ്പള്ളി, വിൽസൺ ആറ്റുപുറം, വിനോജ് ആറ്റുപുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂരിൽ വെള്ളക്കെട്ടിന് പരിഹാരമായി പുതിയ കലുങ്ക് നിർമ്മിച്ച് റോഡ് നന്നാക്കിയപ്പോൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയടഞ്ഞു. കർക്കിടക മാസ ദർശനത്തിന് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തണമെങ്കിൽ ഇനി പഞ്ചായത്ത് കനിയണം. കടവല്ലൂർ പഴഞ്ഞി റോഡിൽ കടവല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുൻപിലാണ് സംഭവം.
സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് കലുങ്ക് നിർമ്മിച്ച് പണി പൂർത്തിയാക്കിയത്. കലുങ്ക് നിർമ്മിച്ച ഭാഗത്തെ റോഡ് കട്ടവിരിച്ച് പുതുക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി റോഡ് വലിയ തോതിൽ ഉയർത്തിയിരുന്നു. ഇതോടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് വാഹനങ്ങൾ ഇറക്കുക ബുദ്ധിമുട്ടായി മാറി. കുത്തനെയുള്ള ഇറക്കത്തിൽ പഴയ റോഡ് പൊളിച്ച് മാലിന്യം കൂടി കൊണ്ടിട്ടതോടെ കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ എത്താറുണ്ട്. മാലിന്യം നീക്കം ചെയ്ത് റോഡ് ഉയർത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. പൈതൃകം ഗുരുവായൂർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഞായറാഴ്ച ഏകദിന പഠന ശിബിരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യത്തോടൊപ്പം മൂല്യബോധവും കാര്യപ്രാപ്തിയുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിബിരം സംഘടിപ്പിക്കുന്നത്. രുക്മിണി റീജൻസിയിൽ വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയാണ് പരിപാടി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠന ശിബിരത്തിൽ പങ്കെടുക്കും. പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, മണലൂർ ഗോപിനാഥ്, OV രാജേഷ്, KK വേലായുധൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. KR ഔസേബ്, ശിവരാമൻ പോതിയിൽ, KS സൂരജ്, ഷൈനി ബാബു, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത്. തിങ്കളാഴ്ച 3 മണിക്ക് വിളിച്ചു ചേർത്ത ഭരണസമിതിയുടെ അടിയന്തര യോഗം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. പറപ്പൂക്കര പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 708 പേർക്ക് മുട്ടക്കോഴികൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം പറപ്പൂക്കര മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഷീബ സുരേന്ദ്രൻ, ഡോക്ടർ PI ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന്റെയും പിതാവ് ഉസ്താദ് അല്ലാ രഖയുടെയും സ്മരണാർത്ഥം കുടുംബവും ശിഷ്യന്മാരും ചേർന്ന് മുംബൈയിൽ നടത്തിയ ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരിയിൽ ഇടം പിടിച്ച് കോതച്ചിറ സ്വദേശി രവി വേണുഗോപാൽ. അല്ലാ രഖയുടെ സ്മരണയിൽ വർഷം തോറും നടത്താറുള്ള അനുസ്മരണ പരിപാടിയാണ് ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരി. ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സംഗീത പരിപാടിയിൽ എല്ലാ വർഷവും ലോകത്തെ മുൻനിര സംഗീതജ്ഞന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭരുടെ കച്ചേരികൾക്കു ശേഷം സാക്കിർ ഹുസൈന്റെ തബലവാദനമായിരുന്നു എല്ലാ വർഷത്തെയും പരിപാടിയുടെ പ്രത്യേകത. എന്നാൽ ഉസ്താദ് സാക്കിർ ഹുസൈന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെയും പിതാവ് അല്ലാ രഖയുടെയും ഒരുമിച്ചുള്ള അനുസ്മരണയായി ഈ വർഷത്തെ ചടങ്ങ് നടത്തുകയായിരുന്നു. പണ്ഡിറ്റ് അനിതോ ചാറ്റാർജിയുടെയും മകൻ അനുഭദ്ര ചാറ്റാർജിയുടെയും കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ തബല അഭ്യസിക്കുന്ന രവി കേരളത്തിലെ സ്കൂൾ, സർവകലാശാല കലോത്സവങ്ങളിലെ താരമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും പരിപാടികളും ക്ലാസുകളും സംഘടിപ്പിക്കുന്ന രവി വേണുഗോപാലൻ അമേരിക്കയിൽ സംഗീത പര്യടനം പൂർത്തിയാക്കി ജൂണിലാണ് തിരിച്ചെത്തിയത്. TCV ന്യൂസ്, കുന്നംകുളം. പോർക്കുളം കോലാടിപ്പാടത്ത് പശുവിനെ വിഴുങ്ങാൻ പെരുമ്പാമ്പിന്റെ ശ്രമം. പോർക്കുളം സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ സ്മിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 മാസം പ്രായമുള്ള പശുവിനെയാണ് പാമ്പ് വരിഞ്ഞു മുറുക്കിയത്. പശുവിനെ അഴിക്കാനെത്തിയ ഇദ്ദേഹത്തിന്റെ മകൻ അഭിനവ് കൃഷ്ണയാണ് പശുവിനെ പെരുമ്പാമ്പ് ചുറ്റിവരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് പശുവിനെ ബന്ധിച്ചിരുന്ന കയർ വലിച്ചതോടെ പാമ്പ് പശുവിനെ വിട്ട് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് എഴിഞ്ഞുകയറി. പാമ്പിന്റെ വരിഞ്ഞുമുറുക്കലിൽ പിൻവശത്തെ ഇരുകാലുകളിലെയും എല്ലുകൾ പല ഭാഗങ്ങളിലും ഒടിഞ്ഞ നിലയിലാണ്. തുടർന്ന് കുന്നംകുളത്തെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ കുന്നംകുളം ഏരിയാതല ഉദ്ഘാടനം പെരുമ്പിലാവിൽ നടന്നു. കർഷക സംഘം കടവല്ലൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി ഏറ്റെടുത്ത പെരുമ്പിലാവ് സ്വദേശി വിജയന്റെ 70 സെന്റ് സ്ഥലത്താണ് ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. സംയോജിത കൃഷി ജില്ലാ ചെയർമാൻ M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. ഉഷ പ്രഭുകുമാർ, MN മുരളീധരൻ, KB ജയൻ, CG രഘുനാഥ്, പത്മം വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു.
അപ്രത്യക്ഷമാകുന്ന രംഗകലകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് നടന കൈരളി ഡയറക്ടറും കൂടിയാട്ട കലാകാരനുമായ വേണുജി അഭിപ്രായപ്പെട്ടു. സെന്റ് ജോസഫ് കോളേജ് സംഘടിപ്പിക്കുന്ന 2ാമത് ഋതു അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസിന്റെയും ഫെസ്റ്റിവൽ ബാഗിന്റെയും വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ആനി കുര്യാക്കോസ്, മനീഷ് അരീക്കാട്ട്, ഷിഗിത ഇമ്മാനുവൽ, ശ്രുതി ദീപക്, PV അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേക പന്തലുകൾ ഒരുങ്ങി. പേരാമ്പ്രയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വെള്ളക്കെട്ടൊഴിയാതെ മനക്കൊടി പുള്ളു റോഡ്. ഈ വഴിയുള്ള വാഹനയാത്ര നിലച്ചിട്ട് 50 ദിവസം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായ സംഭവം. കാണാതായ സൈനികന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.